മുൻ സ്ഥലം MLA കൂടിയായ ശ്രീ VS ശിവകുമാർ കോൺഗ്രസ് നേതാവ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ VS ശിവകുമാർ, പരസ്പരം തർക്കങ്ങൾക്കുള്ള ഒരു സമയമല്ല, കാരണം ദുഃഖകരമായ ഒരു അന്തരീക്ഷമാണ്. പക്ഷേ അപ്പോഴും ഈ ജോയിയുടെ മരണത്തിനിടയാക്കിയ നിരവധിയായ സാഹചര്യങ്ങൾ നമ്മൾ ഇനിയെങ്കിലും മുന്നോട്ട് വെക്കണം. അതിന് പരിഹാരമുണ്ടാകണം. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണം. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും അതിന് മുന്നിട്ടിറങ്ങുകയും വേണം. അതല്ലേ ഇനിയുള്ള സമയത്ത് നമുക്ക് ചെയ്യാനുള്ളൊരു മാന്യത? തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ അത് കക്ഷി രാഷ്ട്രീയം ഒന്നും പാടില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷേ ഇത് ഈ നമ്മളിപ്പോ ഉത്തരവാദപ്പെട്ട ആളുകൾ അവരുടെ ചുമതലകൾ നിറവേറ്റിയില്ല എങ്കിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളാണ് നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു നിത്യവൃത്തിക്ക് കഴിയാത്ത ഒരാള്, ഇതുപോലെയുള്ള ഒരു ജോയി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇതുപോലെ ഈ ആമേഴഞ്ചൻ തോട് പോലെ ഇത്രയും മാലിന്യം നിറഞ്ഞ ഒരു സ്ഥലത്ത് ക്ലീനിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ്. അയാള് മരണപ്പെട്ടു. കുടുംബത്തിന്റെ ആശ്രയം ഇനിയില്ല. പക്ഷെ ഇത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം അങ്ങ് മറക്കും. ആളുകൾ ആരും ഒന്നും ശ്രദ്ധിക്കില്ല. ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ UDF ഗവൺമെന്റിന്റെ കാലത്ത് ഞാനന്ന് തിരുവനന്തപുരം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയായിരുന്നു. ഇവിടെ ഈ നിരന്തരമായിട്ടുള്ള വെള്ളപ്പൊക്കം, ചെറിയ മഴ പെയ്യുമ്പോൾ തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മലിനജലം ഒഴുകിപ്പോകുന്നു. അപ്പൊ അതുകൊണ്ട് ഈ നാട് മുഴുവൻ മലിനജലം നിറയുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഞാൻ ക്യാബിനറ്റിൽ തന്നെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, നമുക്ക് പ്രത്യേകമായിട്ടൊരു സംവിധാനം ഇതിലേക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് അന്ന് ചീഫ് സെക്രട്ടറി ആയിരുന്ന ജിജി തോമസിനെയും അന്ന് കളക്ടറായിരുന്ന നമ്മുടെ ബിജു പ്രഭാകരനെയും ചീഫ് സെക്രട്ടറി ചുമതലപ്പെടുത്തി അവർ രണ്ടുപേരുമായി നിന്നിട്ട് വളരെ ഭംഗിയായി ഓപ്പറേഷൻ അനന്ത അതിന്റെ 1ാം ഘട്ടം പൂർത്തീകരിച്ചു. അന്ന് ആ ക്യാബിനറ്റിൽ തന്നെ 25 കോടി രൂപ അനുവദിച്ച് അത് ഫലപ്രദമായ രീതിയിൽ ആ 1ാം ഘട്ടം പണി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും. വളരെയധികം ദുരിതമാകുമായിരുന്നു ആ 1ാം ഘട്ടം തന്നെ പൂർത്തീകരിച്ചില്ലായിരുന്നു എങ്കിൽ. പക്ഷെ അത് 2 ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് 1ാം ഘട്ടം പൂർത്തീകരിച്ചപ്പോൾ ഈ ഗവൺമെന്റ് വന്നു. അതിന്റെ 2ാം ഘട്ടത്തിന് വേണ്ടിയുള്ള കാശ് അനുവദിച്ചില്ല. പിന്നെ ഒന്നും നടന്നില്ല. അതെല്ലാം അവിടെ തന്നെ അങ്ങ് നിൽക്കുകയാണ്. അതാണ് ഈ ഇത്തരത്തിൽ വെള്ളം ഒലിച്ചു പോകുന്നതിനുള്ളൊരു സാഹചര്യം നഗരത്തിലുണ്ടാകാത്ത ഇതൊരു വെള്ളപ്പൊക്കം ഉണ്ടാകും. ഇതുപോലെയുള്ള നമുക്കറിയാം പാർവതി പുത്തനാരം, അതുപോലെ തെക്കരങ്കര കനാൽ, അതുപോലെ തന്നെ പല തോടുകളും ഇങ്ങനെ മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം, തിരുവനന്തപുരം നഗരവാസികളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ മാലിന്യം വലിച്ചെറിയുന്നതിനുള്ള ഒരു കേന്ദ്രമായിട്ട്, ഒരു പ്രദേശമായിട്ട് ഈ തോടുകളെ കാണുകയാണ്. നമ്മുടെ ഈ കാണുന്നത് പോലെയല്ല, പോയി നോക്കണം. ഇപ്പൊ ഞാൻ റിസർവ് ബാങ്ക് മുതൽ തമ്പാനൂർ ഒരു ഏരിയ ഞാൻ പറയുകയാണ്. തമ്പാനൂരുള്ള പ്രദേശത്ത് 2 സൈഡും ആളുകൾ താമസിക്കുക. അവരുടെ പടി ഇറങ്ങുന്നത്, വീട്ടിലെ ഒരു സ്റ്റെപ്പ് ഇറങ്ങുന്നത് ഈ കനാലിന്റെ തീരത്താണ്. ഇങ്ങനെ ഈ മലിനജലം മാത്രമല്ല, ഈ മാലിന്യങ്ങൾ മുഴുവൻ, ഇങ്ങനെ കരമാലിന്യങ്ങൾ മുഴുവൻ നിറഞ്ഞു കിടക്കുകയാണ്. എങ്ങനെ അവർ ജീവിക്കും എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഇപ്പൊ ഈ കാര്യങ്ങൾ വന്നപ്പോൾ എല്ലാവരും അറിയുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോ ഈ തിരുവനന്തപുരത്തുള്ള പ്രശ്നം ഓപ്പറേഷൻ അനന്തയുടെ 2ാം ഘട്ടം പൂർത്തീകരിച്ചില്ല. 2ാമത്തെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ മാലിന്യ സംസ്കരണത്തിനൊരു സംവിധാനം തിരുവനന്തപുരത്ത് വേണ്ടേ? ഈ ചെപ്പടി വിദ്യകളിലൂടെ ഈ കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിയുമോ? കഴിയില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതുപോലെയുള്ള സംഭവങ്ങൾ. മാലിന്യം മുഴുവൻ ജനങ്ങൾ കൊണ്ട് വലിച്ചെറിയാണ്. കോർപ്പറേഷൻ തന്നെ ഇന്ന് കിള്ളിപ്പാലത്ത്, കാലടി ഭാഗത്ത് ലോറിയിൽ കൊണ്ട് അവിടെ തള്ളുന്നു എന്ന് പറയുന്നു മാലിന്യം. ഇന്ന് ചില മാധ്യമങ്ങളിൽ വാർത്ത വന്നതാണ്. അപ്പോൾ ഇത് സംസ്കരിക്കുന്നതിലേക്ക് വേണ്ടി ഒരു നടപടി ഉണ്ടാകണ്ടേ? ഗവൺമെന്റ് യഥാർത്ഥത്തിൽ കോർപ്പറേഷൻ ഗവൺമെന്റ് ഇതിലേക്ക് തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളോട് ഇതിലേക്ക് എല്ലാവരും നികുതി പിരിക്കുകയാണ്. പക്ഷെ അവർ റെയിൽവേ ആണ് സാർ കുറ്റപ്പെടുത്തുന്നത് ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ. ഇന്നലെ റെയിൽവേ വലിയ റെയിൽവേ ആണ്. ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് ഉണ്ടായിരുന്നെങ്കിൽ റെയിൽവേ കോർപ്പറേഷന്റെ പ്രതിനിധികളും റെയിൽവേ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് സംസാരിക്കണം. ഇത് ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഈ പാളത്തിനടിയിലുള്ള ഒരു തുരങ്കത്തിനകത്തുള്ള മാലിന്യം മാറ്റുന്നത് എന്താണ് വലിയ കാര്യമാണോ? റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ, ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ കേട്ടില്ലേ മുകളിൽ വിളിച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സംസാരിക്കണം. ഇത് വലിയ ദുരിതമാണ് ഇവിടെ. അവിടെ എന്താണ് മാലിന്യ കൂമ്പാരങ്ങൾ ഇതിനകത്ത് ഈ തോടുകളിൽ മുഴുവൻ കൂടിയിരിക്കുകയാണ്. വെള്ളം ഒലിച്ചു പോകുന്നില്ല. ഇത് ആരോട് പറയാനാ? ആര് ചോദിക്കാനാ? പറയുമ്പോൾ എന്തെങ്കിലും ന്യായങ്ങൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? റെയിൽവേ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിരുത്തി സംസാരിക്കാൻ മന്ത്രി തയ്യാറാകണം.
തയ്യാറായിട്ട് നടപടി എടുത്തില്ലെങ്കിൽ മുകളിലോട്ട് പറയണം, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയെ ബന്ധപ്പെടണം. ഇതിനകത്തൊരു ചെറിയ കാര്യത്തിന് വേണ്ടി ഇത്രയും ഒരു കാര്യം ചെയ്യാൻ കഴിയുന്നില്ല, റെയിൽവേയെ കുറ്റപ്പെടുത്തിയിട്ട് പോയിട്ട് കാര്യമുണ്ടോ? ഇന്നലെ ആ റെയിൽവേയുടെ ഉദ്യോഗസ്ഥ പറയുന്നത് ഞാൻ കേട്ടതാണ്. കാരണം ഇത് അപ്പുറത്തെ മുഴുവൻ കോർപ്പറേഷന്റെ മേഖലയിൽ നിന്ന് വരുന്ന പിന്നെ മാലിന്യങ്ങളാണ് ഇവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല എന്നുള്ളതാണ്. മേയർ പറയുന്നത് എന്താണ്? മേയർ പറയുന്നത് ഇതിനടിയിൽ കൂടി പോയുള്ള പിന്നെ കുഴലെന്ന് പറയുന്ന മാലിന്യം മുഴുവൻ റെയിൽവേയുടെയാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് ഇത് ആരെയാണ് ഇവിടെ വെല്ലുവിളിക്കുന്നത്? ജനങ്ങളെയല്ലേ വെല്ലുവിളിക്കുന്നത്? അങ്ങനെയല്ലേ ഈ ദുരന്തം ഉണ്ടായത്? 3 ദിവസം അന്വേഷിച്ചിട്ട് ആ ഒരു ചെറുപ്പക്കാരന്റെ മൃതദേഹം കിട്ടിയില്ലല്ലോ. പിന്നെ തൊഴിലാളികളാണത് കണ്ടെത്തിയത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഈ തലസ്ഥാന നഗരിയെ ഇത്രയധികം ഒരു നരകമാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ പകർച്ചവ്യാധി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ മഴക്കാലപൂർവ്വ ശുചീകരണം അന്ന് ഫലപ്രദമായി നടത്തിയിരുന്നെങ്കിൽ ഈ തോടുകൾ മുഴുവൻ ക്ലീൻ ആകുമായിരുന്നില്ലേ? അത് ഏപ്രിൽ മാസം പൂർത്തീകരിക്കേണ്ട ഇലക്ഷന്റെ പേര് ഇലക്ഷന് മഴക്കാലപൂർവ്വ ശുചീകരണം നടത്താനൊന്നും ഒരു തടസ്സവുമില്ല. അതൊക്കെ ജനങ്ങളുടെ ജീവനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊന്നും ചെയ്യാതെ പറയുമ്പോൾ എന്തെങ്കിലും ന്യായം പറയുക, അസംബ്ലിയിൽ ആരെങ്കിലും ചോദിക്കുമ്പോൾ അവിടെ എന്തെങ്കിലും പറയുക, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന ഒരു ഭരണകൂടമാണ്. ഞാൻ രാഷ്ട്രീയം പറയുന്നതല്ല, കോർപ്പറേഷനും അത് തന്നെയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഓപ്പറേഷൻ അനന്തര 2ാം ഘട്ടം തുടങ്ങണം. അതുപോലെ തന്നെ ഇവിടെ മാലിന്യ സംസ്കരണത്തിന് ഇപ്പൊ വിളപ്പിൽശാല മാലിന്യ സംസ്കരണ പ്ലാന്റ് പൂട്ടിയതിനു ശേഷം തിരുവനന്തപുരത്ത് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ കൊണ്ട് എന്തെങ്കിലും നടക്കുന്നുണ്ടോ? രോഗങ്ങൾ വന്നാൽ ആദ്യം തിരുവനന്തപുരത്തിനാണ് 1ാം സ്ഥാനം. ഡെങ്കി ഫീവർ ആയിരുന്നാലും ചിക്കൻ ഗുനിയ വന്നിരുന്നാലും എലിപ്പനി വന്നിരുന്നാലും ആ 1ാം സ്ഥാനം മാത്രമേ ഇപ്പൊ ഈ കോർപ്പറേഷൻ അവകാശപ്പെടാനുള്ളൂ. അപ്പോൾ ഈ ദുരന്തമാണ്. ഈ ദുരന്തങ്ങൾ ഒഴിവാക്കണമെങ്കിൽ ഇനിയെങ്കിലും കണ്ണു തുറന്ന് പ്രവർത്തിക്കണം. ഉത്തരവാദിത്വം നിറവേറ്റുവാൻ കോർപ്പറേഷനും ഗവൺമെന്റും തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി. VS ശിവകുമാർ മുൻ മന്ത്രിയാണ്. അദ്ദേഹം ഈ ഓപ്പറേഷൻ അനന്തയൊക്കെ ബന്ധപ്പെട്ട് തുടക്കത്തിൽ പ്രവർത്തിച്ചിരുന്ന ആൾ കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് അദ്ദേഹം മന്ത്രിയും PK പ്രശാന്ത് മേയറും ഒക്കെ ആയിരുന്ന കാലത്താണ് ഫലപ്രദമായ ചില ശുചീകരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കിയത് എന്ന അവകാശവാദം കൂടിയുണ്ട്. ഏതായാലും അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടായില്ല. അതിന്റെ തിക്തഫലങ്ങൾ തിരുവനന്തപുരം നിവാസികൾ, നഗരവാസികൾ, ഇവിടെ വന്ന് പോകുന്ന കേരളീയരായ മറ്റു ജനങ്ങളൊക്കെ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. നമുക്കറിയാം, ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുള്ള ഒരു നഗരമാണ്. ഇവിടെ റോഡുകൾ കുഴിച്ച് കുളമാക്കിയിട്ടിരിക്കുന്ന സാഹചര്യം സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട് നഗരത്തിലുണ്ട്. മാലിന്യങ്ങളാൽ നിറഞ്ഞ പ്രദേശം എന്നുള്ള പേരുദോഷം കൂടി ഇപ്പോൾ അത്തരത്തിൽ തലസ്ഥാനത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടപ്പെടുകയാണ് ജോയി എന്ന 47-കാരൻ്റെ ദൗർഭാഗ്യകരമായ മരണത്തിന് ശേഷം. വിനോദുണ്ട്. വിനോദ്, പോസ്റ്റ്മോർട്ടം നടപടികളുണ്ട് എന്നാണ്